മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും അദ്ദേഹം ചിലവിന് കൊടുത്തിരുന്ന മിസ്തഹ് എന്ന് പറയുന്ന ഒരു സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ചെറിയൊരു അബദ്ധം പറ്റിയപ്പോൾ, മോശമായ ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ അയാളെ സഹായിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ അയാൾക്ക് ചെലവിന് കൊടുക്കുകയില്ല. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലിയഅഫൂ വലിയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച കാണിക്കൂ. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവർക്ക് പുറത്തു കൊടുക്കൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ. അല്ലാഹുവാണ്, അല്ലാഹു എനിക്ക് പുറത്തു തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫറജഅ ഇലാ ഇഹ്സാനിഹി. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് നന്മ ചെയ്യുവാൻ അദ്ദേഹം തുടങ്ങിയെന്ന് മാത്രമല്ല, അല്ലാഹുവിനെ ആണയിട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ഇന്നി ലാ അൻസിഉഹാ അൻഹു അബദാ. അല്ലാഹുവാണ്, ഇനി ഒരിക്കലും മരണം വരെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അതെടുത്തു കളയുകയില്ല, ഞാൻ അദ്ദേഹത്തിന് നന്മകൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് വലിയ ഒരു ആരോപണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിനെതിരെ പറഞ്ഞ ആൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുക്കുകയാണ്. ഈ നിലക്ക് ഇങ്ങോട്ട് തെറ്റുകൾ ചെയ്താലും അങ്ങോട്ട് നല്ല നിലക്ക് വർത്തിക്കുക. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതു കഅന്നഹു വലിയ്യുൻ ഹമീം. അപ്പോൾ നിനക്കും ആർക്കുമിടയിലാണോ ശത്രുതയുള്ളത്, അവർ നിന്റെ മിത്രമായി മാറുന്നത് കാണാം. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അത്തരം ഇഹ്സാനിൻ്റെ ആളുകളായി നാം മാറിയാൽ തീർച്ചയായും റഹ്മാനായ റബ്ബിനെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും.